Hey guys, welcome back to our channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സാധാ നമ്മൾ ചെയ്യണ പോലെ ചലഞ്ചസോ വ്ലോഗോ കാര്യങ്ങളൊന്നുമല്ല. ഇന്ന് ഇത്തിരി വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നമ്മള് കുറച്ച് ക്രീമിന്റെയും മോയ്സ്ചറൈസേഴ്സിന്റെ അതേപോലെ തന്നെ കുറച്ച് ലോഷൻസിന്റെ ബോഡി ലോഷൻ മോയ്സ്ചറൈസർ അതിന്റെയൊക്കെ pH ടെസ്റ്റ് ചെയ്യാൻ ചോദിച്ചു കേട്ടോ. നമ്മള് pH വാല്യൂ നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ടാവും സ്കൂളിൽ പഠിക്കുന്ന ലിറ്റ്മസ് പേപ്പർ. ഇത് വെച്ചിട്ട് നമ്മൾ ഇതിന്റെയൊക്കെ ഒരു pH വാല്യൂ ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. ഞങ്ങൾ യൂസ് ചെയ്യുന്ന കുറച്ച് ബോഡി ലോഷനുകളും മോയ്സ്ചറൈസറൊക്കെ എടുത്തിട്ടുണ്ട്. പലതിനും പല pH ആയിരിക്കും. ഇപ്പൊ നമ്മുടെ മോയ്സ്ചറൈസറിന്റെ പറയുകയാണെങ്കിൽ ഒരു 5.5 to 6.5 ഇടയിലാണ് വരേണ്ടത്. അതേപോലെ പലതിനും പലതാണ്. പിന്നെ പല സ്കിൻ ടൈപ്പിനും പല pH ആണ്. അതായത് നോർമൽ ഇപ്പൊ മോയ്സ്ചറൈസറിന്റെ കേസിലാണെങ്കിൽ നോർമൽ സ്കിന്നിന് 5 to 6 വരെയാണ് വരാ. സെൻസിറ്റീവ് സ്കിൻ ആണെങ്കിൽ അത് 5.5 5 to 5.5 ആണ് വരുന്നത്. ഡ്രൈ സ്കിന്നിന് 5.5 6.5 ആ വരെ റേഞ്ചിലാണ്. ഇനി ആക്നെ പ്രോൺസിനാണെങ്കിൽ 5.5 വരെയാണ് ഇതിന് വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ ഒരു pH ലെവലുകൾ വേണ്ടത്. ഓരോ സ്കിൻ ടൈപ്പിനും അത് ഡിഫറെന്റ് ആണ്. പിന്നെ ലോഷൻ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ എല്ലാത്തിനും വേറെ വേറെയാണ് കാണിക്കുന്നത്. ഇപ്പൊ എല്ലാത്തിന്റെ ഒക്കെ pH നമുക്കറിയാം 7 ആണ്. അതേപോലെ പലതിനും പല pH ആണ്. ഇപ്പൊ നമ്മൾ pH വെച്ചിട്ട് മാത്രമല്ല കേട്ടോ നമുക്ക് ഒരു പ്രൊഡക്റ്റ് നല്ലതാണോ അല്ലേ എന്ന് പറയാൻ പറ്റില്ല. എന്നാലും pH ലെവലും അതിന്റെ ഒരു എന്താ പറയുക ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ ഞങ്ങളുടെ കൂടുതലായിട്ടുള്ളത് ബോഡി ലോഷൻസ് ആണ്. മോയ്സ്ചറൈസർ കുറവാണ്. അപ്പോൾ ഞങ്ങൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഒക്കെ സേഫ് ആണോ അതൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ കൂടുതൽ നമ്മൾ പറഞ്ഞ ബോറടിപ്പിക്കുന്നില്ല. നമ്മൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഓക്കെ, ബേസിക് ആയിട്ട് വേറെ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിന്റെ 1 to 7 വരെ അസിഡിക്കും പിന്നെ 7 to 14 വരെ ആൽക്കലൈൻ ആണ്. മോയ്സ്ചറൈസറായാലും ബോഡി ലോഷൻ ആയാലും ഒരു സേഫ് എന്ന് പറയുന്നത് ഒരു 5 to 7 അല്ലെങ്കിൽ 7 അത്രയാവണ്ട, ഒരു 6.5 ഒക്കെ മാക്സിമം. അതായിരിക്കും കുറച്ചും കൂടി സേഫ് ആയിട്ട് ഉപയോഗിക്കാനായിട്ട് നല്ലത്. അപ്പൊ നമുക്ക് ഇനിയിപ്പോ ടെസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാമാർത്തിന്റെ ഇപ്പോൾ റീസെന്റ് ലോഞ്ച് ആയിട്ടുള്ള പ്രൊഡക്റ്റ് കേട്ടോ, ബീട്രൂട്ട് ഹൈഡ്രാ ഫുൾ മോയ്സ്ചറൈസർ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ വിചാരിക്കാം. നമ്മളൊരു സ്ട്രിപ്പ് എടുത്തിട്ടാട്ടോ കിടക്കി. നമ്മളിപ്പോ വെള്ളമൊന്നും വെച്ചിട്ട് അതിലേക്ക് മിക്സ് ചെയ്തിട്ട് അതിന്റെ ആവശ്യമില്ലല്ലോ, ജസ്റ്റ് നമ്മൾ സാധാരണ അതിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. അതെ, കുറച്ചു നേരം വെക്കേണ്ടി വരും. ചേഞ്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റുള്ളൂ. ലിക്വിഡ് ഫോം ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും. വെള്ളത്തിലൊക്കെ ആണെങ്കിൽ ഇതിപ്പോ കുറച്ച് ടൈം എടുക്കുമെന്ന് വിചാരിക്കുന്നു. ഞങ്ങള് ഫസ്റ്റ് ടൈമാണ് ചെയ്ത് നോക്കണം. ഇപ്പൊ ഇതുവരെ പ്രത്യേകിച്ച് ഒരു ചേഞ്ചും ഇല്ല കേട്ടോ. ചേഞ്ചില്ല. പിന്നെ വേറെ കാര്യം, ചേഞ്ച് ഇല്ലെങ്കിൽ ഇത് സേഫ് ആയിട്ടുള്ള സാധനമല്ല. ഇതുവരെ ചേഞ്ച് ഇല്ല. അസിഡിക് നേച്ചർ തന്നെ കാണിക്കുന്നത് അതറിഞ്ഞൂടെ. അപ്പോൾ ഇത്ര നേരം എന്നിട്ടും പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നും ഇല്ല. അങ്ങനെ ഒരു ഇത് തന്നെയാണ്. കളർ ചേഞ്ച് ഒന്നും ഇല്ല. കാണിക്കുന്നത് നല്ലൊരു സ്മെല്ല കേട്ടോ. ഇതിൽ അവർ കൊടുത്തേക്കുന്നത് ഒരു പിങ്ക് ഗ്ലോ ഒക്കെ തരുന്നതാണ്. പിന്നെ ഹെർബലാണ്, വേറെ കെമിക്കൽസ് അധികം ആഡ് ചെയ്യാത്ത ഇതാണ്. ഞാനത് യൂസ് ചെയ്തപ്പോ എനിക്ക് കുറച്ച് കുരുക്കൾ പൊന്തി. അപ്പൊ അത് കാരണം ചിലവരുടെ സ്കിൻ ടൈപ്പിന് ചിലപ്പോ ചിലത് പറ്റില്ല ഉണ്ടാവില്ല. പക്ഷെ എന്നാലും ഞാൻ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, വലിയ കുഴപ്പമില്ല. ഫസ്റ്റത്തെ നമ്മൾ ആദ്യമായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഒരു ഇതുണ്ടാവല്ലോ, അതിൻ്റെയാണെന്ന് വിചാരിക്കും. എനിക്ക് അറിയില്ല, കുറച്ചും കൂടി ദിവസം കഴിഞ്ഞിട്ട് ശരിയാവുമ്പോൾ ഞാൻ പ്രൊഡക്റ്റ് നിർത്തും. പക്ഷെ നമുക്ക് കളർ ചേഞ്ച് ഒന്നും കാണുന്നില്ല. നമുക്ക് മാറ്റി വെച്ചിട്ട് ഇത് നമുക്ക് സേഫ് ആണ്. pH ലെവൽ ഇതിന്റെ സേഫ് ആണ്. സോ നമുക്ക് അടുത്ത പ്രോഡക്റ്റ് അടച്ചു. ഇനി നമ്മുടെ ഉള്ളത് നിവിയയുടെ ഒരു ക്രീമാണ്. ഈ ക്രീം നമുക്ക് ജസ്റ്റ് pH ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഗൈസ്, ഇത് കുറച്ച് ടൈം എടുക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഓരോന്നും തേച്ചിട്ട് മാറ്റി വെക്കാന്നുള്ള ഇതിലാണ്. നമുക്ക് ലാസ്റ്റ് നോക്കാം കളർ ചേഞ്ച് ഉണ്ടോ ഇല്ല എന്നുള്ളത്. പെട്ടെന്ന് ഇപ്പൊ നമ്മൾ ചെയ്ത രണ്ടിലും പ്രത്യേകിച്ച് കളർ ചേഞ്ച് വന്നിട്ടില്ല. കുറച്ചേരം ഇരിക്കുമ്പോഴാണോ, ക്രീം ആയതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അത്യാവശ്യം കട്ടിയുള്ള ഇതാണ്. അപ്പൊ നമുക്ക് ഓരോ പ്രൊഡക്റ്റും മാറ്റി ഓരോ പ്രൊഡക്റ്റ്. നമ്മള് നെക്സ്റ്റ് ഏതാ? നമ്മുടെ വിക്ടോറിയ സീക്രട്ടിന്റെ ഷുഗർ ബ്ലർ, അതിന്റെ ഒരു ക്രീം ബോഡി ലോഷനാണ്. ഫ്രാഗ്രൻസ് ഒക്കെ തരുന്ന ലോഷനാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഇനി ടെസ്റ്റ് ചെയ്യാം. നല്ല ബ്രാൻഡാണ്, അത്യാവശ്യം നല്ല റേറ്റും ഉള്ള ബ്രാൻഡാണ്. ഏകദേശം റേറ്റ് എത്ര വരുന്നതിന്റെ? ഇതിനിപ്പോ ഫ്ലിപ്പിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു 1000-2000-നും 1500
അതിൻ്റെയൊക്കെ ഇടയിലാണ് വരും. നല്ല സ്മെല്ലുണ്ട് ഇതിന്. ഇത് ശരിക്കും ഫ്രാഗ്രൻസും പിന്നെ നമ്മുടെ ബോഡിയിൽ ലോഷൻ പെർഫ്യൂമിനൊക്കെ അങ്ങനത്തെ ഒരു പെർഫ്യൂംഡ് ആയിട്ടുള്ള ഒരു ഇതാണ്. ബോഡിയിൽ പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല മണം, പിന്നെ വേർപ്പിൻ്റെ മണമൊക്കെ അധികം അറിയില്ല. ഇതിനും ഇപ്പോൾ പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നും ഇല്ല കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ നെക്സ്റ്റ് എടുക്കാൻ പോകുന്നത് ഡവിൻ്റെ ഈ ഒരു ക്ലിയർ ആവുന്നുണ്ടോ, അതിൻ്റെ പിക്ചേഴ്സൊക്കെ സൈഡിൽ കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ. ഇപ്പോൾ ഡവിൻ്റെ ബോഡി കെയർ ആണ്, നറിഷിങ് ഇൻറ്റൻസീവ് ക്രീം റിച്ച് മോയ്സ്ചറൈസർ, അങ്ങനെ ഒരു വൈറ്റ് ക്രീമാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. തീർന്നു ഇത് ഏകദേശം. ഞാൻ യൂസ് ചെയ്ത് ഡ്രൈ സ്കിന്നൊക്കെ അടിപൊളി സംഭവം, അത് യൂസ് ചെയ്ത് ഇത്രയും കൂടി ഉള്ളു. എൻ്റെ ഓയിലിയാണ് നല്ലതാണ്, നല്ല ഓയിലിയും ഡ്രൈയും. എൻ്റെ നോർമൽ സ്കിന്നാണ്, പക്ഷേ ഇടയ്ക്ക് ഓയിലി ആവും. എനിക്ക് നോർമൽ ടു കോമ്പിനേഷൻ സ്കിന്നാണ് എൻ്റെ. ഇതും നമ്മൾ നേരത്തെ നിവിയയുടെ ക്രീം ചെയ്ത പോലെ തന്നെ നല്ല വൈറ്റ് ആയിട്ട് നിൽക്കുന്നത്. നമുക്ക് എന്തായാലും മാറ്റി വയ്ക്കുക, എന്നിട്ട് അവസാനം നോക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് ഹിമാലയയുടെ നറിഷിങ് സ്കിൻ ക്രീമാണ്. അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നമുക്ക് പേജ് പേപ്പർ നോക്കാം. ഇതിനൊന്നും പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഭയങ്കര അടിപൊളി സ്മെല്ലൊന്നുമില്ല. എന്നാലും എല്ലാ ഹിമാലയയുടെ പ്രൊഡക്റ്റിനും ഫേസ് വാഷിലൊക്കെ ഉണ്ടാവുന്ന പോലത്തെ ഹിമാലയയുടെ ചെയ്ത് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്തത് ചെയ്യാം. അടുത്തത് സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ്. ഇത് സിയുടെ മോയ്സ്ചറൈസർ ഗൈസ്. സ്കിൻ റീസ്റ്റോർ സി അവിടെ ഇല്ല. അതെ, അതാണ് ഈ വീഡിയോയിൽ നിന്ന് ഞങ്ങൾ മാത്രമേ ഉള്ളൂ. നമ്മളിതും മാറ്റി വയ്ക്കുകയാണ്. ഇത് യൂസ് ചെയ്യണവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയിരിക്കും ഈ വീഡിയോ. ഇത് ഫുള്ളായിട്ട് കാണാം കേട്ടോ. ഇനിയുണ്ട് ഒരു 4-5 ക്രീം. ഇത് സെറ്റാഫിലിൻ്റെ പ്രോ സ്കിൻ റീസ്റ്റോറിങ് മോയ്സ്ചറൈസർ. ഞങ്ങൾ ഇതിന്റെ പിക്ചർ അടിയിൽ കൊടുക്കാം. അപ്പൊ നിങ്ങൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാണാമല്ലോ. നമുക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ. നമുക്ക് ഇതും സഡൻ ചേഞ്ച് ഒന്നും ഇല്ല, അപ്പൊ ഇത് മാറ്റി വയ്ക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ എടുക്കാൻ പോകുന്നത് ഡോക്കിന്റെ ഹോണസ് സയൻസിന്റെ ഹൈഡ്രോളിക് ആസിഡ് പ്ലസ് വിറ്റാമിൻ ഇ ഉള്ള ലോഷൻ അല്ല മോയ്സ്ചറൈസർ അല്ല ബോഡി ലോഷൻ. ബോഡി ലോഷൻ മോയ്സ്ചറൈസിംഗ് ബോഡി ജെൽ ബോഡി ലോഷൻ. നല്ല ജെൽ കൺസിസ്റ്റൻസി ആട്ടത്. ഇത് ശരിക്കും വെള്ളം പോലെ ഇരിക്കണേ. ഇപ്പൊ ഡോക്കിന്റെ ഇപ്പൊ കുറെ ഇതുകൾ വരുന്നുണ്ട്, കുറെ പേർക്ക് യൂസ് ആവണുണ്ട്, അല്ല വർക്ക് ആവണുണ്ട്, യൂസ് ചെയ്യണവർക്കൊക്കെ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് നല്ല ലിക്വിഡാണ്. പേപ്പർ നമ്മൾ ഇതായത് തന്നെ പെട്ടെന്ന് വെള്ളം പോലെ ഷീറ്റാകെ നനഞ്ഞു. ഇതൊന്നും ഇതിലെന്തോ പെട്ടെന്ന് ചേഞ്ച് അറിയുന്നുണ്ടെന്ന് കേട്ടോ. ചുമ്മാ നമ്മൾ നോക്കി നോക്കട്ടെ. ഇത്തിരി ഗ്രീനിഷ് പെട്ടെന്ന് ചേഞ്ച് വന്നു. അതെന്താണെന്നറിയോ, ഇത് ഇച്ചിരി ലിക്വിഡ് ഫോം അല്ല, അതാണ് ക്രീമി ടെക്സ്ചർ. അത് ടൈം എടുക്കുന്നുണ്ട്. ഇതിനങ്ങനെ സഡൻ ചേഞ്ച് ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, നമുക്ക് എന്നാലും വെച്ച് നോക്കാം കുറച്ച് കഴിഞ്ഞിട്ട്. ഇപ്പൊ കൃത്യമായിട്ട് ഒരു ഗ്രീനിഷ് ഷെയ്ഡ് ഇപ്പൊ വരുന്നുണ്ട്. ഇതിലും കൂടുതൽ വരുമോ എന്ന് അറിഞ്ഞുകൂടാ. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് നോക്കി നോക്കാം കേട്ടോ. ഇനി അടുത്തത് നമ്മുടെ നിവിയയുടെ തന്നെ നേരത്തെ ക്രീമിന്റെ പോലെ ഇത് ബോഡി ലോഷനാണ്. അത് മറ്റേത് ക്രീമായിരുന്നു, ഇത് ബോഡി ലോഷനാണ്. നേരത്തെ ഇത് വെച്ചിട്ട് അതെ, ഇതും അത്യാവശ്യം നല്ല ലിക്വിഡ് ആയിട്ടുള്ള ഡീപ് മോയ്സ്ചറൈസർ സെറം. ഇത് യൂസ് ചെയ്യുന്നവർക്ക് കുറച്ചും കൂടി കാണുമ്പോൾ മനസ്സിലാവും. ഇതിൽ നാച്ചുറൽ ആൽമണ്ട് ഓയിലും പ്ലസ് വിറ്റാമിൻ ഇ ആണ് ഉള്ളത്. പിന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് യൂസ് ചെയ്യുന്ന നല്ല പ്രോഡക്റ്റാണ്. നിങ്ങൾ യൂസ് ചെയ്യുമ്പോഴും അതും കൂടി നോക്കിയിട്ട് യൂസ് ചെയ്തോളൂ. നിങ്ങളുടെ സ്കിൻ ടോൺ ഏതാണെന്നനുസരിച്ച് പ്രോഡക്റ്റ്സ് വാങ്ങാനായിട്ട് നോക്കിക്കോളൂ. സ്കിൻ ടൈപ്പിനനുസരിച്ച് അനുസരിച്ച്. അപ്പം ഇത് നല്ല ലിക്വിഡ് ആയിട്ടുള്ള ബോഡി ലോഷനാണ്. ഇതിന് പെട്ടെന്ന് സഡൻ ചേഞ്ച് ഒന്നുമില്ല കേട്ടോ. മാറ്റി വയ്ക്കാം. ലാസ്റ്റ് 2 കൂടി ആയിട്ട് ഇനി നമ്മുടെ ഉള്ളത്. ഇനി നമ്മുടെ ഉള്ളത് വാസ്ലിൻ്റെ കൊക്കൈ റേഡിയൻറ്റ് കൊക്കോ ബട്ടറിൻ്റെ ആയിട്ടുള്ളതാട്ടോ. അത് ഇന്റൻസീവ് കെയർ ആണ്. 72 hours മോയ്സ്ചറൈസർ. ലോങ് ലാസ്റ്റ് ചെയ്യും. അത് അത്യാവശ്യം നല്ല ഡ്രൈ സ്കിന്നിനും പിന്നെ വെരി വെരി ഡ്രൈ സ്കിന്നിനും പറ്റുന്ന ഇതാണ്. ഗൈസ്, ഇത് പറ്റിയപ്പോൾ തന്നെ പച്ച കളറായി. അതെ ഗൈസ്, ഇതാണ് പറയുന്നത് സഡൻ ചേഞ്ച്. ഞാൻ പറഞ്ഞില്ല, ചിലവര് സഡൻ ആയിട്ട് ചേഞ്ച് വരും. ഇത് ശരിക്കും പച്ചയാവുന്നുണ്ട്. അത്
ഇതിനു നമ്മൾ നേരത്തെ ഡോക്കിന്റെ നോക്കിയതിനേക്കാളും ഫാസ്റ്റിലായിരുന്നു ഇതിന്റെ പച്ചക്കളർ. അതായത് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ അതിലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ്. പക്ഷെ അധികം എന്താ കെമിക്കൽസ് അടങ്ങിയതല്ല കേട്ടോ. 7 കറക്റ്റ് 7 കറക്റ്റ് നമുക്ക് ഈ ഒരു കളർ ഇപ്പോഴാണ് ആദ്യമായിട്ട് നമ്മുടെ ഒരു ടെസ്റ്റിന്റെ ഒരു കറക്റ്റ് സെയിം കളർ കിട്ടുന്നത്. അത് സൂം ചെയ്തിട്ട് കാണിച്ചു തരാം. ഒരു 6 ഒക്കെയാണ് കുറച്ചും കൂടി സേഫ്. ഇത് കുഴപ്പമൊന്നുമില്ല, പക്ഷെ കുഴപ്പമുണ്ട്. 6 ആണ് മാക്സിമം മോയ്സ്ചറൈസേഴ്സിന് 6.5 വരെയാണ് മാക്സിമം. അത് ഏറ്റവും അപ്പൊ അതിനു കൂടിയാണ് നിക്കുന്നത്. 7 ആയിട്ടാണ് നിക്കുന്നത്. ഇത് ബോഡി ലോഷൻ ആണ്, മോയ്സ്ചറൈസർ അല്ല. ബോഡി ലോഷൻ ആണ്. അത്യാവശ്യം ഇതിൽ എഴുതി വെച്ചിട്ടുണ്ട് നോൺ ഗ്രീസ് എന്നൊക്കെ എഴുതി വെച്ചേക്കണേ. പക്ഷേ നോൺ എന്താ പറയാ കുറച്ചുകൂടി ഡാർക്ക് ആവുന്നുണ്ടെന്ന് തോന്നുന്നു ഇല്ലേ? ഇനി നമുക്ക് ലാസ്റ്റ് നോക്കാം. അത് ഡാർക്ക് ആവുന്നുണ്ട്. ഇതിൽ നോൺ ഗ്രീസിനൊക്കെ എഴുതി വെച്ചെങ്കിലും ഈ പറഞ്ഞോണം നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നല്ല ഗ്രീസി ടെക്സ്ചർ തന്നെയാണ്. അബ്സോർബ് ചെയ്യാൻ ടൈം എടുക്കും. പിന്നെ 72 hours എന്ന് പറയുന്നത് 72 hours നിൽക്കില്ലെങ്കിലും ഒരു 12 to 20 hours ഒക്കെ അത്യാവശ്യം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിന്റെ കളർ ചേഞ്ച് വരെ വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് സീനായിട്ടുള്ള സംഭവം തോന്നുന്നു. കൊക്കോ ബട്ടർ യൂസ് ചെയ്ത് പുറത്തുനിന്ന് കൊണ്ടുവന്ന പ്രൊഡക്റ്റ് ആണ്. അപ്പോ എങ്ങനെയാ യൂസ് ചെയ്തത്? യൂസ് ചെയ്തിട്ടുണ്ട്. യൂസ് ചെയ്തിട്ട് എനിക്ക് എന്താ പറയാ, ഞാൻ സ്ട്രെച്ച് മാർക്ക് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഷിയ ബട്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യണേ. അപ്പോൾ എനിക്ക് ഫുൾ ബോഡിയിലേക്ക് വേണ്ട, എനിക്കൊരു പർട്ടിക്കുലർ ഏരിയയിലേക്ക് മാത്രം, കൈയുടെ അവിടെ മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ബോഡിയിൽ, അതായത് കയ്യിലിട്ടായിരുന്നു ബോഡി ലോഷൻ ആയതുകൊണ്ട്, പക്ഷേ ഈ പറഞ്ഞോളം ഗ്രീസി ടെക്സ്ചർ ആയതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അത് കാരണം ഞാൻ വേറെ യൂസ് ചെയ്യുന്നില്ല. വഴുക്കും അല്ലേ? ചിലവർക്ക് അത് പിടിക്കില്ല, പക്ഷെ ചിലവർക്ക് നല്ല റിസൾട്ട് ഉണ്ട്. ഇതിന്റെ കളർ നല്ലോണം മാറുന്നുണ്ട്. ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. നല്ല ഡാർക്ക് ആവുന്നുണ്ട്. കൂട്ടത്തില് ഇത്രയും സഡൻ ഞങ്ങൾ വിചാരിച്ചു ഒറ്റ ഇതുകളും ഇങ്ങനെ ഒരു യെല്ലോ ഓറഞ്ച് ആ കളറിൽ നിൽക്കുള്ളൂ, ഗ്രീൻ ആവില്ല, റെഡ് ഒന്നും ആവില്ല എന്ന് വിചാരിച്ചത്. പക്ഷെ ഗ്രീൻ ആയി. നമുക്ക് റെഡ് ഒന്നും വരെ കിട്ടിയിട്ടില്ല. ഓറഞ്ച്, ചെറിയൊരു ലൈറ്റ് ഷെയ്ഡ് ഓറഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി ലാസ്റ്റ് പ്രൊഡക്റ്റ് പറയുന്നത് ഗാർണിയറിന്റെ വിറ്റാമിൻ സി ഉള്ള ബ്രൈറ്റ് കംപ്ലീറ്റ് മോയ്സ്ചറൈസർ അല്ല, ബട്ട് ഒരു പർപ്പിളിൽ നിന്ന് നമുക്ക് വാങ്ങിക്കുമ്പോൾ പ്രൊഡക്ട്സ് വാങ്ങിക്കുമ്പോൾ ഫ്രീ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിറം. നല്ലോണം ഗാർണിയറിന്റെ ഓൾമോസ്റ്റ് എല്ലാത്തിനും നല്ല. ഗാർണിയർ കുറെ നാളുകൾ കൊണ്ട് പഴക്കം, ഐ മീൻ പഴക്കമല്ല, പണ്ടേ തൊട്ടുള്ള ഇതാണ്. കുറെ പേർക്ക് യൂസ് ചെയ്തിട്ട് നല്ലതാണ്. അതുകൊണ്ടായിരിക്കണം ഇത്രയും നാള് നിന്നിട്ടുണ്ടാവാ. പ്രത്യേകിച്ച് ചേഞ്ച് ഒന്നുമില്ല. പിന്നെ കുറച്ചും കൂടെ ലിക്വിഡി ഫോമാണ്, അതുകൊണ്ട് പെട്ടെന്ന് പേപ്പറിലേക്ക് ആയിട്ടുണ്ട്. ലിക്വിഡ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്തിട്ട് വലിയ ചേഞ്ച് ഒന്നും കാണുന്നില്ല. ഫൈനലി ഇതിൻ്റെ ഒരു ഔട്ട്പുട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച് വന്നത്, നമുക്ക് സഡൻ ചേഞ്ച് ഉണ്ടായിരിക്കുന്നത് വാസലിന്റെ കൊക്കോ ബട്ടറിന്റെ ഒരു ക്രീമാണ് കേട്ടോ. അപ്പൊ അത് കൊക്കോ ബട്ടറാണ് മെയിനായിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു ചേഞ്ച് നല്ലോണം വന്നിട്ടുണ്ട്. കളർ ഒരു ഗ്രീനിഷ് ഉണ്ടാവും, കാണാൻ പറ്റുന്നുണ്ടാവില്ല. എന്നാലും ഞങ്ങൾ ഇത് ലാസ്റ്റ് ഫോട്ടോ അതെ കാണിച്ചു തരാം ഞങ്ങള്. അപ്പോ വാസലിന്റെ കുറച്ചല്ല കുറെ അധികം നമ്മളിപ്പോ ബോഡി ലോഷന്റെ pH ലെവൽ നമ്മൾ നോക്കിയപ്പോ 5.5 ആണ് ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു ഇത്. അപ്പൊ 5.5 നിന്ന് അതൊരു 8 വരെ വന്നിട്ടുണ്ട്. അപ്പൊ അത് അത്ര സേഫ് ആയിട്ടുള്ള സംഭവം അല്ല. pH ലെവൽ നല്ല വേരിയേഷൻ ഉണ്ട്. അതെ, നമ്മുടെ സ്കിന്നാണല്ലോ, അപ്പോ സെൻസിറ്റീവ് ആയിട്ടുള്ള പാർട്ടാണ് സ്കിൻ. അപ്പോ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നോക്കി യൂസ് ചെയ്യുക. അതെ, മാക്സിമം സേഫ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് യൂസ് ചെയ്യാൻ നോക്കുക. ഇതിപ്പോ നമ്മള് കുറച്ച് യൂസ് ചെയ്തിട്ടുള്ളൂ. ഇതില് എനിക്ക് തോന്നുന്നു ഇതിന്റെ ഒരു 2% 3% യൂസ് ചെയ്തിട്ടുള്ളൂ. ബാക്കി ഇത്രയും ഇനിയും പ്രൊഡക്റ്റ് ഉണ്ട്. എന്നാലും ഫുള്ള് നമ്മൾ pH നോക്കിയിട്ട് തന്നെയല്ല ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യുന്നത്. പല പല ഫാക്ടേഴ്സ് ഉണ്ട്. ചിലപ്പോൾ ബാക്കിയുള്ള ഫാക്ടേഴ്സിലൊക്കെ നല്ലതായിരിക്കും. അതുകൊണ്ടായിരിക്കും ആൾക്കാർ കൂടുതലും യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ. അപ്പോ pH ഇത് കുറച്ച് പ്രോബ്ലം ആണ്. ബാക്കിയുള്ളതിന് നോക്കിയിട്ട് ഞാൻ കണ്ടിടത്തോളം ഇതിന്റെ നല്ല റിവ്യൂ ഒക്കെ ആയിരുന്നു. പക്ഷെ നമ്മൾ pH ടെസ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് ഇത്രയും pH ടെസ്റ്റ് അതിന്റെ അത് മാത്രം കണ്ടിട്ട് യൂസ് ചെയ്യാണ്ടിരിക്കരുത്. ചിലപ്പോ നമുക്ക് നല്ല റിസൾട്ട് ഉണ്ടാവായിരിക്കും, ചിലപ്പോൾ ഇല്ലായിരിക്കാം. അപ്പൊ അത് ഓരോരുത്തരുടെ സ്കിന്നിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടും കൂടി ഇരിക്കും. പിന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് വന്നിട്ടുള്ളത് മാമരത്തിന്റെ നമ്മൾ ഫസ്റ്റ് ഒരു ചേഞ്ച് പറഞ്ഞു. നമ്മൾ പറഞ്ഞു ലൈറ്റ് ഗ്രീൻ ആവണുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷെ ഇപ്പൊ അത് യെല്ലോ തന്നെ നല്ലൊരു ഗ്രീനിലോട്ടൊരു ചെറിയൊരു ടച്ച് ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. എനിക്ക് ഒരു 6.5 to 7 ആ ഒരു റേഞ്ചിലാണ് മാമരത്തിന്റെ. എങ്കിലും നല്ല കുഴപ്പമില്ല. യെല്ലോ ആ ഒരു കളർ റേഞ്ചിനാണ് നിക്കണേ. വലിയ കുഴപ്പമില്ല. പിക്ചർ എന്തായാലും കൊടുക്കാം കേട്ടോ. ഇനി നമ്മൾ നിവിയയുടെ ക്രീം എടുത്തിട്ട് അത് ഓറഞ്ച് 5
ലൈറ്റ് ആണ് ഷെയ്ഡ്. 4 to 5 നിൽക്കുന്നു. 3 to 4 അല്ലേ നിൽക്കുന്നത്? അല്ല 5 ആണ്. 5 4 to 5 ആ ഒരു റേഞ്ചിലാണ്. 4 to 5 റേഞ്ചിലാണ്. നല്ല പക്ക 5 ആണ്. പക്ക 5. ഓക്കെ, അപ്പോൾ സേഫ് ആയിട്ടുള്ള ഒരു സംഭവം കേട്ടോ. 5ലാണ് നിൽക്കുന്നത്. അപ്പൊ നമുക്ക് നിവിയുടെ ക്രീം നമുക്ക് റെക്കമെൻഡ് ചെയ്യാം, യൂസ് ചെയ്യാം. ഓക്കെ, ദെൻ നമ്മൾ നെക്സ്റ്റ് നോക്കിയിരുന്നത് ഇതാണെന്നുണ്ടല്ലേ, വിക്ടോറിയ സീക്രറ്റിന്റെ നമ്മൾ പറഞ്ഞ ലോഷൻ, പെർഫ്യൂംഡ് ലോഷൻ. ഇത് ഷുഗർ ബ്ലറിന്റെ ഉണ്ടോ? 6. ഇതും സേഫ് ആയിട്ടുള്ള സംഭവമാണ്. 6. ഇതിന് വലിയ കളർ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡവിന്റെ ആണ്. ഡവിന്റെ ആണ് എടുത്തത്. ഡവിന്റെ ചേഞ്ച് ഉണ്ട്. അത് 7ൽ നിൽക്കുന്നത് ഒരു ലൈറ്റ് ഗ്രീൻ ചേഞ്ച് വന്നിട്ടുണ്ട്. ഡവിന്റെ കളറാന്ന് തോന്നുന്നു. 7 പക്ക 7 ആണ്. ബോഡി കെയർ നറിഷിങ് എനിക്ക് കുറച്ചുകൂടെ നല്ലതായിരുന്നു. ഡ്രൈ സ്കിന്നിന്, അതായത് എനിക്ക് എൻ്റെ ബോഡി കുറച്ചും കൂടി ഡ്രൈ ആണ്. ഫേസ് കോമ്പിനേഷനും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിലും ബോഡി ഡ്രൈ ആണ്. അപ്പോൾ എനിക്ക് അതിനൊക്കെ കുറച്ചും കൂടെ കാലിലേക്ക് അവിടേക്കൊക്കെ കുറച്ചും കൂടെ നല്ലതായിട്ട് തോന്നിയിരുന്നു. ഇത് എക്സാമ്പിൾ ആണ്. കാരണം pH നോക്കി മാത്രം നമ്മ ഒരു പ്രൊഡക്റ്റിനെ തീരുമാനിക്കരുത്. ബാക്കിയുള്ള അതിന്റെ ഫാക്ടേഴ്സും കൂടി നോക്കിയിട്ട് വേണം ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ. അപ്പോൾ ഡവിൻ്റെ വന്നിട്ടുള്ളത് 7. നെക്സ്റ്റ് ഹിമാലയക്ക് പ്രത്യേകിച്ച് കളർ ചേഞ്ച് ഒന്നുമില്ല അല്ലേ? ഹിമാലയൻ 6 തന്നെയാണ്. കളർ ചേഞ്ച് പോലെ തന്നെയാണ് നിൽക്കുന്നത്. വേറെ കളർ ചേഞ്ച് ഒന്നുമില്ല. സെറ്റഫിലിന്റെയും കളർ ചേഞ്ച് ഇല്ല. 6 തന്നെയാണ് നിൽക്കുന്നത്. വേറെ സോ ഒട്ടും ചേഞ്ച് ഇല്ലാന്ന് തോന്നുന്നു. അതെ, ആ പേപ്പർ ഇങ്ങനെ കൊടുത്ത അങ്ങനെ ഇരിപ്പുണ്ട്. സോ ഇതും സേഫ് ആയിട്ടുള്ള സംഭവം തന്നെയാണ്. ദെൻ നമ്മൾ അടുത്തത് നിവിയുടെ ബോഡി ലോഷൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് 5 to 6 സേഫ് ആണ്. നമ്മുടെ ഇനി ലാസ്റ്റ് ഗാർണിയറിന്റെ അല്ലേ? ഗാർണിയർ ഒരു 6, 5 സെയിം തന്നെ. 5 to 6 ആ റേഞ്ചിലാണ് നിൽക്കുന്നത്. നല്ലതാ. സോ നമുക്ക് ആകെപ്പാടെ 2 പ്രശ്നം വന്നുള്ളൂ. 2-3 pH വാല്യൂലുള്ള പ്രശ്നം നമുക്ക് 2 വന്നുള്ളൂ. സോ ഇനി എന്തെങ്കിലും പ്രൊഡക്ട്സ് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യം, മോയ്സ്ചറൈസറും ബോഡി ലോഷനാണ് ചെയ്തത്. നിങ്ങൾക്ക് ഫർദർ ആയിട്ട് ഇനി ഫേസ് വാഷിന്റെയോ സോപ്പിന്റെയോ പിന്നെന്താ സൺസ്ക്രീനുകളുടെയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമ്മളത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ട്രൈ ചെയ്യാൻ നോക്കാം. നമ്മുടെ ഉള്ളത് വെച്ച് ട്രൈ ചെയ്യാം. നമ്മുടെ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, നിങ്ങൾ ഇനി ഏതെങ്കിലും മോയ്സ്ചറൈസർ നിങ്ങളുടെ ഉള്ളത് നിങ്ങൾക്ക് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെറിയ സാമ്പിളുകളൊക്കെ കളക്ട് ചെയ്ത് നമ്മൾ ചെയ്ത് നോക്കുന്നതായിരിക്കും. പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇതിന്റെയും അതുപോലെ ഈ പ്രൊഡക്ട്സിന്റെയും ലിങ്കുകളൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ നോക്കാം. അത്രേ ഉള്ളൂ. നമുക്ക് ആകെപ്പാടെ പ്രശ്നം വന്ന് ഈ ഒരു കൊക്കോ ബട്ടൺ ശരിക്കും ഗ്രീൻ കളറായിട്ട് നമ്മുടെ ഒരു എന്തായാലും ലിറ്റ്മസ് പേപ്പർ മാറി ഇട്ടപ്പോ തന്നെ അതിന്റെ കളർ ചേഞ്ച് ആയി. ഡാർക്കിലേക്കാണ് പോയത്. 8 വന്നത്. അപ്പൊ pH വാല്യൂല് അതിനാണ് കൂടുതലും വേരിയേഷൻ വന്നത്. ബാക്കി നമ്മ ടെസ്റ്റ് ചെയ്തതിലൊന്നും വലിയ ചേഞ്ച് ഡവിന്റെയിലാണ് പിന്നെ ഒരു ഗ്രീനിഷ് ഇതിലേക്ക് വന്നത്. ബാക്കിയൊക്കെ ഒരു സേഫ് ആയിട്ടുള്ളതാണ്. അതിലൊരു 6, 5 ആ റേഞ്ചിലാണെങ്കിലും സേഫ് ആണ്. സോ നമ്മുടെ ബാക്കിയെല്ലാം ഓൾമോസ്റ്റ് സക്സസ് ആണ് കേട്ടോ. അതായത് ബാക്കിയെല്ലാം സേഫ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. സോ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ അധികം പറഞ്ഞ് കൂടുതൽ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക, അതേപോലെ വീഡിയോസ് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക എങ്ങനത്തെയാണ് വേണ്ടത്, ഇനി ഇതിന്റെ മോയ്സ്ചറൈസേഴ്സിന് ഫർദർ വേണോ, അല്ലെങ്കിൽ ചലഞ്ചസ് ആണോ കൂടുതൽ വേണ്ടത്, വ്ളോഗ്സ് ആണോ വേണ്ടത്, ഡെയിലി ലൈഫ് ആണോ വേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്ത് ഞങ്ങളെ അറിയിക്കുക. അപ്പൊ ഞങ്ങൾക്ക് അതിനനുസരിച്ചുള്ള വീഡിയോകൾ കൂടുതൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഇന്നത്തെ വ്ളോഗില് ചെയ്യണ്ടാവും. അതായത് വ്ളോഗിൽ ചിലപ്പോൾ റിന്യൂ ഉണ്ടാവും. റിന്യൂനെ കുറെ നാളായിട്ട്. കണ്ടിട്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.